വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2025 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇപ്പോൾ ഇവിടെ 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ 11ാമത്തെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യപേപ്പറുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം എല്ലാവരും പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ, ഡിസംബർ 10. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് കേട്ടോ. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഡിസംബർ 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി, മെറ്റർനിക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി, മെറ്റർനിക്ക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ബി, കുറുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോൻ. വടക്കൻ മലബാറിലെ സാമൂഹിക അനീതികൾക്കെതിരെ പോരാടിയ വിപ്ലവകാരിയാണ് കുറുളി ചേകോൻ. ഓർത്തു വയ്ക്കുക, വടക്കൻ മലബാറിലെ സാമൂഹിക അനീതികൾക്കെതിരെ പോരാടിയ വിപ്ലവകാരിയാണ് കുറുളി ചേകോൻ. ഈ കുറുളി ചേകോനാണ് കടത്തനാടൻ സിംഹമെന്ന് അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്ഷൻ സി, കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഓപ്ഷൻ സി, 7:30 PM. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. അതായത് 5.5 മണിക്കൂർ മുന്നിലാണ്. അപ്പം ഗ്രീനിച്ച് സമയം 2:30 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര വരും? 5.5 മണിക്കൂർ മുന്നിലല്ലേ. അപ്പോൾ 2 PM പ്ലസ് 5.5, അതായത് 5 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ എന്ത് വരും? 7:30 PM വരും. അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതായത് 5.5 മണിക്കൂർ എന്ന് വെച്ചാൽ എത്രയാണ്? 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, ഇവയെല്ലാം. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്.
പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ഡി 61. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61 ഭേദഗതിയിലൂടെ. ഓർത്തുവെക്കുക, 1988 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18ആയി കുറച്ചത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, 1988 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിൽ. മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജാംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജാംഷഡ്പൂർ. 1907 ഇത് സ്ഥാപിതമായത്. 1907 സ്ഥാപിതമായതാണിത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ഓപ്ഷൻ എ ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലത്തെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട ഫലഭൂഷ്ടമായ പ്രദേശമാണ് കേട്ടോ ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം രൂപപ്പെട്ടിരിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപങ്ങൾ മൂലമാണ് ഉത്തര മഹാസമതലം രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യവും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യവും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് കേട്ടോ ഈ ക്വസ്റ്റിനും ആൻസറും എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: താരതമ്യേന വീതി കുറവാണ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്?
ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആയിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2, അതിൻ്റെ വേറൊരു പേരാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. ഓർത്ത് വെക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിന്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ 2 മാത്രം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ഓർത്തു വെച്ചോണേ, തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അയ്യങ്കാളിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഓർത്തുവെക്കുക. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? ഓപ്ഷൻ ബി 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ സി ചമ്പാരൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാരാണ്? ജൊനാഥൻ ഡങ്കൻ. 1791 കേട്ടോ ജൊനാഥൻ ഡങ്കൻ ഈ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. 1791 ആണ് ജൊനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി 2 മാത്രം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന, അതായത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. ഇത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓർത്ത് വെക്കുക, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമുള്ളവയാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും കേട്ടോ. അപ്പം ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. 1917 സ്ഥാപിച്ചത് കേട്ടോ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് 1917. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ളയാണ്. ഓർത്തുവെക്കുക, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ള. അതുപോലെ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് SK വസന്തനാണ്.
2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് SK വസന്തനാണ്. അപ്പം ഇത് 3 പഠിച്ചോണം കേട്ടോ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ള. ഓക്കെ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അതായത് ഈ യോഗ്യശ്രീ പദ്ധതി എന്ന് വെച്ചാൽ SC/ST വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലനം നൽകുന്നതിനായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. യോഗ്യശ്രീ പദ്ധതി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? SC/ST വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലനം നൽകുന്നതിനായി പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയെ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മനെ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ഹാൻകാങ്ങിന്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിന്. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ്. ലാസ്ലോ ക്രാസ്നഹോർക്കൈ. അദ്ദേഹം ഹംഗറിക്കാരനാണ് കേട്ടോ. ഹംഗറിയിൽ നിന്നുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പം നോബൽ സമ്മാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 2022 മുതൽ 2025 വരെയുള്ള നോബൽ പുരസ്കാരങ്ങൾ പഠിച്ചു വെക്കുക. അത്രയും ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 2024, 2025 വർഷങ്ങളിലെ നോബൽ പുരസ്കാരം ഫുള്ള് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിന്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹംഗറിക്കാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. അതായത് എന്താണ്? 1978 44 ഭരണഘടനാ ഭേദഗതിയുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്തു കേട്ടോ. സ്വത്തവകാശം ആദ്യം മൗലികാവകാശങ്ങളുടെ പട്ടികയിലായിരുന്നു. പക്ഷേ 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അതെപ്പോഴും ബി എസ് ചോദിക്കുന്നതാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന്. ഏത് ഭേദഗതിയാണ്? 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് 300A ആണ്. ഓർത്തു വെച്ചോണം. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 300A ആണ്. 300A. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ റഷ്യയാണ് കേട്ടോ. ചില ചോദ്യപേപ്പറിൽ റഷ്യ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ്റെ. പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ്. തെറ്റായ പ്രസ്താവനകൾ: ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കട്ട സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ തെറ്റായ പ്രസ്താവനകൾ കറക്റ്റ് ചെയ്ത് പറയാവേ. അതായത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാക്കാൻ പോവാം. അതായത് തെറ്റായ പ്രസ്താവനകൾ കറക്റ്റ് ചെയ്ത് പറയുവാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കറക്റ്റ് ചെയ്ത് പറയാം. ഓക്കെ. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 52 സെക്കൻഡാണ്. ഓർത്ത് വെക്കുക. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 52 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കട്ട സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് കേട്ടോ. സരളാദേവി ചൗധരി. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കട്ട സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർത്തു വെക്കുക. നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ആരാണ്? ഇന്ത്യയുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. ഓർത്തു വെക്കുക. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇപ്പം എന്താണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഓക്കെ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ആണെന്നും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണെന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും കേട്ടോ. 65 വയസ്സല്ല, 70 വയസ്സ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഓക്കെ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വെക്കുക. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്രയായിരുന്നു. ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A.
ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അതായത് അയിത്ത നിർമ്മാർജ്ജനം, വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, വകുപ്പ് 32. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ഫസൽ അലി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. 1953 നിയമിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നേ. 1953 നിയമിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. ഈ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു HN കുൻസ്രുവും KM പണിക്കരും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു HN കുൻസ്രുവും KM പണിക്കരും. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു ഫസൽ അലി. ആ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു KM പണിക്കരും HN കുൻസ്രുവും. ഓക്കെ, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി, മാണ്ഡമസ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി, 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ഭാഷകളാണ് കേട്ടോ. 22 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ഓപ്ഷൻ എ, കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ കരിമീനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ കരിമീനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന്. കരിമീൻ. ഞങ്ങൾക്കിവിടെ കോട്ടയംകാരായതുകൊണ്ട് വേമ്പനാട്ടുകായലൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കരിമീൻ ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പക്ഷേ കുറച്ച് വിലക്കൂടുതലാണെന്നേ ഉള്ളൂ, നല്ല വിലക്കൂടുതലാണ്, പക്ഷേ എന്നാലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ കരിമീനാണ്. പ്രത്യേകിച്ച് അത് വറുത്ത് കഴിക്കാനാണ് ഇഷ്ടം. കറി വെക്കുന്ന അത്ര ഇഷ്ടമില്ല, വറുത്തിട്ട്. കറി വെച്ചാൽ ഇഷ്ടമൊക്കെ ആണ്, എന്നാലും കൂടുതൽ ഇഷ്ടം വറുക്കുന്ന. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കരിമീൻ ഇഷ്ടമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ സി, 9. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ഇപ്പോൾ നിലവിൽ സണ്ണി ജോസഫാണ്. ഓർത്തു വെച്ചോണം, കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ്.
കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത് 4 വകുപ്പുകളാണ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. ഓർത്ത് വെച്ചോണം. സണ്ണി ജോസഫ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന 4 വകുപ്പുകൾ: വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. അപ്പോൾ പുതിയ കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എല്ലാം പഠിച്ചോണം കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുവേ. ഓക്കെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. ഓർത്ത് വയ്ക്കുക. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിൽ മൊത്തം ആകെ 44 നദികളാണുള്ളത്. 44 നദികളിൽ 3 കിഴക്കോട്ടൊഴുകും, 41 പടിഞ്ഞാറോട്ടൊഴുകും. ഓർത്ത് വെച്ചോണം. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. ഇതിൽ 3 കിഴക്കോട്ടൊഴുകുന്നവയാണ്, 41 പടിഞ്ഞാറോട്ടൊഴുകുന്നവയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. ഏതൊക്കെ നദികളാണ്? കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ജലസേവന പദ്ധതി ജലസേചന പദ്ധതി എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞേക്കാം കേട്ടോ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഓപ്ഷൻ ഡി കല്ലടയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഇവിടെ ഈ എഴുതിയിരിക്കുന്നതിലെ അക്ഷരത്തെറ്റ് കാരണമായിരിക്കും ഫൈനൽ ആൻസർ കീയിൽ 45ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ജലസേവന പദ്ധതി എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ജലസേവന പദ്ധതി, ജലസേചന പദ്ധതി എന്നാണ് വരേണ്ടത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഇപ്പോൾ നിലവിൽ OJ ജനീഷ് ആണ് കേട്ടോ. OJ ജനീഷ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. OJ ജനീഷ് മന്ത്രിയുടെ വകുപ്പുകളാണ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവ്സ് കേട്ടോ. ഇതെല്ലാം ഓർത്ത് വെച്ചോണം കേട്ടോ. OJ ജനീഷ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവ്സ്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കായികം, യുവജനകാര്യം. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് കായിക വകുപ്പ് മന്ത്രി ആരാണ്, അതുപോലെ യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന്. അപ്പോൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. എന്താണ്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. അതുപോലെ ജനീഷിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവ്സ്. ഇത്രയും വകുപ്പുകൾ ഈ OJ ജനീഷ് എന്ന് പറഞ്ഞ മന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കായിക വകുപ്പ് മന്ത്രി, യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന്. അത് രണ്ടും ആരാണ്? OJ ജനീഷ്. യുവജനകാര്യ വകുപ്പ് മന്ത്രി, കായിക വകുപ്പ് മന്ത്രി OJ ജനീഷാണ് കേട്ടോ. അപ്പോൾ പുതിയ മന്ത്രിമാരും വകുപ്പുകളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഒത്തിരി പഠിക്കാനും ഉണ്ട് കേട്ടോ. വൈഡാണ് ടോപ്പിക്ക്. അപ്പോൾ എന്തെങ്കിലും ക്ലൂ ഒക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ. സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന സ്ഥലത്താണ് കേട്ടോ ചട്ടമ്പി സ്വാമി ജനിച്ചത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ചതെന്നാണ്? 1863 ഓഗസ്റ്റ് 28. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ വൈക്കം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്ത്.
വൈക്കം കോട്ടയം ജില്ലയിലാണ് കേട്ടോ. വൈക്കം കോട്ടയം ജില്ലയിലാണേ. ഓക്കെ. അപ്പോൾ ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ് കേട്ടോ. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. ബാക്കി 3 പേരും കേരളത്തിലെ നവോത്ഥാന നായകരാണ് കേട്ടോ. എം ജി റാനഡെ, അതായത് മഹാദേവ ഗോവിന്ദ റാനഡെ ദേശീയ തലത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. ബാക്കി 3 പേരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഓക്കെ. അപ്പോൾ താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഓപ്ഷൻ എ കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു കെ എം പണിക്കരും എച്ച് എൻ കുൻസ്രുവും. അതിൽ മലയാളിയാണ് കെ എം പണിക്കർ കേട്ടോ. ഓക്കെ. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലെ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിത കഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരാണ്? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലെ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരുടെ? എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. ഓക്കെ. അപ്പോൾ ഈ വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലെ നേതാവാരാണ്? എ കെ ഗോപാലൻ. ഓക്കെ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. INC-യുടെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ കേട്ടോ. INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ കേട്ടോ. ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റ് ആയിരുന്നു കേട്ടോ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി വടകര. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യത്തൻ ഗോപാലാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. അപ്പോൾ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായിട്ട്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1891. ഓർത്തു വെച്ചോണേ, അതെപ്പോഴും PSC ചോദിക്കാറുണ്ട്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1891 കേട്ടോ. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഷൺമുഖം ചെട്ടി.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യര്, എസ് നീലകണ്ഠ അയ്യര്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവര് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യര്, എസ് നീലകണ്ഠ അയ്യർ. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏത്? ഓപ്ഷൻ ബി അഗസ്തീശ്വരം. കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏതാണത്? അഗസ്തീശ്വരം. കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ആ 4 താലൂക്കുകളാണ് അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, തോവാള. ഓർത്തു വെച്ചോണേ. മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത 4 താലൂക്കുകൾ ഏതൊക്കെയാണ്? അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, തോവാള. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 4 താലൂക്കുകൾ? അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്, തോവാള. ഓക്കെ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ഓപ്ഷൻ ബി നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? നിശാന്തത. പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ് കേട്ടോ. ജനറ്റിക് ഡിസീസാണ്. ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ്, ജനറ്റിക് ഡിസീസാണ് കേട്ടോ. അപ്പോൾ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് ഭക്ഷണക്രമം, വ്യായാമക്കുറവ് തുടങ്ങിയ ജീവിതശൈലികൾ കൊണ്ടുണ്ടാകുന്നതാണ് ഈ പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഒക്കെ. ഓക്കെ. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കാഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പെരിയാർ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? പെരിയാർ. ഇരവികുളം, സൈലന്റ് വാലി ഒക്കെ നാഷണൽ പാർക്കുകളാണ് കേട്ടോ. നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇരവികുളം, സൈലന്റ് വാലി നാഷണൽ പാർക്കുകൾ, അതായത് ദേശീയ ഉദ്യാനങ്ങളാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഓപ്ഷൻ ബി ഇനാമൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ്. മനുഷ്യശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കരൾ. മനുഷ്യശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിൽ വെച്ച്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? ഓപ്ഷൻ ഡി പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഓപ്ഷൻ സി 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഓപ്ഷൻ ബി 5 ലക്ഷം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം. സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഓക്കെ, അപ്പം
പ്രവൃത്തി പോസിറ്റീവായ സംഭവങ്ങൾ ഏതൊക്കെയാണ്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം എറിയുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഓക്കെ, അപ്പോൾ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ഉത്തരം തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം പ്രസ്താവന മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഏതൊക്കെയാണ്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന മിഥ്യാ പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ഓപ്ഷൻ ഡി, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും, അതായത് ഫോക്കസിനും പോളിനും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. മനുഷ്യരുടെ ശ്രവണപരിധി ഡാഷ് ആണ്. ഓപ്ഷൻ സി, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യരുടെ ശ്രവണപരിധി ഡാഷ് ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. ഓപ്ഷന് 310 K. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിനാണ്. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ഓപ്ഷൻ ബി, u² = v² - 2as. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ്? u² = v² - 2as. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, രാസോർജം ഗതികോർജമാകുന്നു. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ, ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഹൈഡ്രജന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഓക്കെ, അപ്പം ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റേതാണ്? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണ്. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. എന്താണ്? ഹൈഡ്രജന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം, അതായത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. അതായത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, അത് തെറ്റായ കാര്യമാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ പറയാം. അതായത് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ട് കാണപ്പെടുന്നത്. ഇത് ഹൈഡ്രജനെ സംബന്ധിച്ച ശരിയായ കാര്യങ്ങളാണ് ഈ 1ലും 3ലും കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കേട്ടോ. ഓക്കെ, അതൊന്ന് പഠിച്ചോണം. അതായത് ഹൈഡ്രജനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ എന്താണ്? ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ വാട്ടറൊക്കെ കണ്ടില്ലേ, H2O എന്നല്ലേ എഴുതുന്നത്. H2O ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. എന്താണ് ഐസോട്ടോപ്പുകൾ? എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക
നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓക്കെ, ആറ്റോമിക് സംഖ്യ 8 മൂലകമാണ് ഓപ്ഷൻ ഡി ഓക്സിജൻ. ആറ്റോമിക നമ്പർ 8 മൂലകമാണ് എന്ത്? ഓക്സിജൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതിലെ 10th പ്രിലിംസിൻ്റെ മാത്സ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതെല്ലാം കൂടി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് അത് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ കുറച്ചേറെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അത് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മാത്സ് നിങ്ങളിപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയലിലുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ആക്കാൻ നോക്കുക കേട്ടോ. പെട്ടെന്ന് അറിയാവുന്ന കണക്കൊക്കെ വെറുതെ ചെയ്ത് നോക്കി ഇനി ടൈമൊന്നും വേസ്റ്റ് ആക്കാണ്ട. അതിനുള്ള സമയം ഇനി ഇല്ല. ഫസ്റ്റ് ഷിഫ്റ്റുകാർക്കാണെങ്കിൽ ശനിയാഴ്ചയല്ലേ എക്സാം, സെക്കൻഡ് ഷിഫ്റ്റിനാണെങ്കിൽ August 1 എക്സാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കണക്കുകൾ വെറുതെ നോക്കി ടൈം വേസ്റ്റ് ചെയ്യാതെ അറിയാൻ വയ്യാത്തതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ പ്രീവിയസ് ഇയറിലൊക്കെ പഠിക്കുക. റിപ്പീറ്റായിട്ട് ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ മാത്സ് ഒക്കെ ആണെങ്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ളത് പഠിക്കുക കേട്ടോ. ഒത്തിരി റെയർ ആയിട്ടൊക്കെ ചോദിക്കുന്നത് പിന്നെയും വീണ്ടും ചോദിക്കാനൊക്കെ സാധ്യത കുറവാണ്. ചോദിക്ക് വരാമെന്നല്ല, സാധ്യത കുറവാണ്. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അത് വന്നാൽ തെറ്റിക്കരുത്. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 20 മാർക്കിനാണല്ലോ മാത്സ്, എന്തായാലും 15 മാർക്കിൽ കൂടുതൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മളോട് സാധാരണ നമ്മൾ കോമൺ ആയിട്ടൊക്കെ പഠിക്കുമല്ലോ, അതൊക്കെ പഠിച്ചാൽ തന്നെ മാത്സിന് എന്തായാലും 15 മാർക്കിൽ കൂടുതൽ ഉറപ്പായിട്ടും കിട്ടും എങ്ങനെ പോയാലും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PS ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, റീസെൻ്റ്ലി നടക്കുന്ന പരീക്ഷകളുടെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം വെച്ച് മാർക്ക് ചെയ്ത PDF അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.